കേരള സ്റ്റോറി വിവാദം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്നൊരു ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു ഇടക്കാല ഉത്തരവുണ്ടായി. നാളെയായിരുന്നു സിനിമ റിലീസ് ചെയ്യാനുണ്ടായിരുന്നത് പ്ലാന്. നാളെ സിനിമ റിലീസ് ചെയ്യേണ്ട എന്ന തരത്തിലൊരു ഉത്തരവാണ് കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു 3 റിട്ട് പെറ്റീഷനുകളുടെ പുറത്താണ് ഇത്തരത്തിലുള്ളൊരു വിധി വന്നിട്ടുള്ളത്. ശരിക്ക് ഈ ഒരു കേസിലൊരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത് എന്നുള്ളത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ്. കാരണം ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ ചരിത്രമൊന്നുമല്ല, ഈ കഴിഞ്ഞ കുറച്ചു കാലം മുൻപുള്ള ചരിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വിധി ശരിക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ താല്പര്യം എന്നുള്ളതല്ല. അത്തരത്തിലൊരു വിധി വരില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനതൊരു അത്ഭുതമാണ് എന്ന് പറയുന്നത്. കാരണം ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സിനിമകൾ പലതവണയും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ സർട്ടിഫൈ ചെയ്തതിന് ശേഷം തടയണമെന്നോ അല്ലെങ്കിൽ പ്രദർശനം തടയണമെന്നൊക്കെ ബന്ധപ്പെട്ടിട്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെയും കോടതി എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട്. അതും എന്താ പറയുന്ന, ഒരു സംസ്ഥാന സർക്കാർ നിരോധിച്ച സിനിമകളിൽ പോലും ആ ഒരു ബാൻ ലിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ നമ്മുടെ കോടതികൾ എടുത്തിട്ടുണ്ട്. കേരളത്തിലല്ല, മറിച്ച് സുപ്രീം കോടതിയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. അതായത് ഈ കേരള സ്റ്റോറി 2ന്റെ 1ാം ഭാഗം പശ്ചിമ ബംഗാളിൽ പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ബാൻ നിലനിൽക്കുന്ന സമയത്താണ് ഈ അണിയറ പ്രവർത്തകര് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ പുറത്ത് അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഇതില് ഈ പറയുന്ന ഒരു നിരോധനത്തിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്, അതായത് സർക്കാർ കാരണമായിട്ട് പറഞ്ഞിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് കമ്മ്യൂണൽ ഹാർമണി തകർക്കുമെന്നുള്ളതും അതല്ലെങ്കിൽ ഒരു കലാപത്തിനുള്ള പോപ്പ് കൂട്ടുന്ന സാഹചര്യം ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള ഒരുപാട് ന്യായങ്ങളായിരുന്നു ഈ പറയുന്ന സംസ്ഥാന സർക്കാർ കോടതിക്ക് മുൻപാകെ വെച്ചത്. പക്ഷേ കോടതി കൃത്യമായിട്ട് നിരീക്ഷിച്ചൊരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുണ്ട്. അത് പ്രയോഗിക്കുക. അതല്ലാതെ സെൻട്രൽ ബോർഡ് അതല്ലെങ്കിൽ ഫിലിം സെൻസർഷിപ്പ് ബോർഡ് കൊടുത്തിട്ടുള്ള ഒരു സെൻസർഷിപ്പിന്റെ പുറത്ത് പ്രദർശനാനുമതി കിട്ടിയിട്ടുള്ള ഒരു ചിത്രം യാതൊരു തരത്തിലും തടയാൻ വേണ്ടിയിട്ടുള്ള അവകാശം സംസ്ഥാന സർക്കാരുകൾക്ക് അല്ലെങ്കിൽ കൺസേൺഡ് സർക്കാരുകൾക്ക് ഇല്ല എന്ന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വിധി ഈ കേരള സ്റ്റോറി 1 ബന്ധപ്പെട്ട് തന്നെ ഓൾറെഡി ഉള്ളതാണ്. അതുമാത്രമല്ല, പത്മാവത് എന്ന് പറയുന്ന സിനിമയ്ക്കും സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പ്രദർശനാനുമതി കൊടുക്കുന്ന ഒരു സാഹചര്യം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രീസിഡൻസ് ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കേരള ഹൈക്കോടതി ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിമർശിക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റും. പൊളിറ്റിക്കൽ വിമർശനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രാഷ്ട്രീയപരം അല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടല്ല, മറിച്ച് ഈ ഗാലറിക്ക് വേണ്ടി അല്ലെങ്കിൽ കയ്യടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു ഇടക്കാല ഉത്തരവാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചത് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൈക്കോടതി സൃഷ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഒരു സെൻസർ ബോർഡിന്റെ ആവശ്യമില്ല ശരിക്കും. കാരണം എല്ലാ സിനിമകളും കോടതികൾ കാണട്ടെ, കോടതികൾ അനുമതി കൊടുക്കുന്ന സിനിമകൾ മാത്രം പ്രദർശിപ്പിച്ചാൽ മതി എന്നുള്ളത് മതി. കാരണം അത്തരത്തിൽ പ്രദർശനാനുമതി കിട്ടിയ ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്നിരിക്കെ കോടതി എടുത്തിട്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ശരിക്കും അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. മിക്കവാറും എന്തായാലും കേരള സ്റ്റോറി അവര് ഒരുപക്ഷെ കേരളം മാത്രം ഒഴിവാക്കിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ റിലീസ് ചെയ്യുമോ എന്നറിയില്ല. ഇനി അങ്ങനെ റിലീസ് ചെയ്തില്ലെങ്കിൽ പോലും, ഇനി റിലീസ് ചെയ്താലും അവർ കേരളത്തിലെ പ്രദർശനാനുമതിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയെ സമീപിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇതിന്റെ അണിയറ പ്രവർത്തകർ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, ഹൈക്കോടതിയിൽ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഈ പറയുന്ന അപ്പെക്സ് കോടതികളിൽ പോകാനുള്ള സമയം തരണം, അതുകൊണ്ട് പെട്ടെന്ന് ഇതിലൊരു തീർപ്പ് തരണം എന്നുള്ള തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് അത്തരത്തിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെ ചെല്ലുമ്പോൾ സുപ്രീം കോടതി പ്രധാനമായിട്ട് നോക്കുന്നത് ഈ ഒരു കേസിന്റെ ഫാക്ട് നോക്കിയിട്ടല്ല സുപ്രീം കോടതി വിധി പറയുക. ഇതിന്റെ കഥ എന്താണ് എന്നുള്ളത്, മീൻസ് ഞാൻ സിനിമയുടെ കഥയല്ല ഉദ്ദേശിക്കുന്നത്, ഈ കേസ് വന്ന കഥ എന്താണ് എന്നുള്ളതല്ല സുപ്രീം കോടതിയുടെ വിഷയം. നിയമം എന്താണ് എന്നുള്ളതാണ് സുപ്രീം കോടതി എപ്പോഴും നോക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇപ്പോൾ ആ സിനിമ നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ തിരക്കഥ എഴുതിയിട്ടുള്ള അതിന്റെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുക. ഈ പറയുന്ന കേരള സ്റ്റോറി 1 പത്മാവതിന്റെ കാര്യത്തിലൊക്കെ തന്നെയും അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം അത് സെൻട്രൽ ബോർഡിന് കൊടുക്കുകയും അവരൊരു സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്തതിന് ശേഷം വരുന്ന ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സംവിധാനങ്ങൾ ഉണ്ട് എന്നിരിക്കെ പിന്നെ അതിന്റെ പുറത്തൊരു നിരോധനം കൊണ്ടുവരുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്റെ വയലേഷനാണ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷനാണ്. മറ്റ് റൈറ്റുകളൊക്കെ ചിലപ്പോൾ കണ്ണടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ഒരിക്കലും ഒരു അപ്പെക്സ് കോടതി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സുപ്രീം കോടതിയൊന്നും വെച്ച് ഉറപ്പിക്കില്ല എന്നുള്ളതാണ്. സോ നമ്മൾക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരള സ്റ്റോറിക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ഇടക്കാല ഉത്തരവ് എന്ന് പറയുന്നത് ഒരു ചെറിയ ആശ്വാസം മാത്രമാണ്. എത്രമാത്രം വേഗത്തിലാണോ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ ഈ നിർമ്മാതാക്കൾ സമീപിക്കുന്നത്,
അതിനനുസരിച്ചായിരിക്കും ഈ ഒരു വിധിയുടെ എന്താ പറയുക, വിധിയുടെ കാലാവധി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ, അതായത് ഇതിന്റെ ഒന്നാം ഭാഗത്തിന് ഇത്തരത്തിലുള്ള ഒരു വിവാദം കേരളത്തിൽ അത്രത്തോളം വിവാദം ഉണ്ടായില്ല, അല്ലെങ്കിൽ നിയമ പോരാട്ടം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബംഗാൾ ഒരു കംപ്ലീറ്റ് ബാന് അതിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ തമിഴ്നാട് സർക്കാർ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു ബാനായിരുന്നു ഈ പറയുന്ന സിനിമയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അതങ്ങനെ അവർ ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബാൻ നമ്മൾ ഒരു സർക്കാർ തലത്തിലൊരു ഒരു ഉത്തരവിലൂടെ അത് ബാൻ ചെയ്യാൻ നിരോധിക്കുമ്പോഴാണ് ശരിക്കും ഇത് കോടതിയെയൊക്കെ സമീപിക്കുന്ന സാഹചര്യം വരും. അതേസമയം ഇവരൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സാമുദായിക സൗഹാർദ്ദം അല്ലെങ്കിൽ സമൂഹത്തിലെ സൗഹാർദ്ദം തകരും എന്ന തരത്തിലുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് തിയേറ്ററുകൾ തന്നെ പ്രദർശനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായത്. മറിച്ച് അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നേരിടേണ്ടി വന്നില്ല. മറിച്ച് ചെയ്തിട്ടുള്ള ബംഗാൾ ഗവൺമെന്റിനെ ആണെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതി എടുത്തു കൊടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കേവലം ഒരു ഈ പറയുന്ന സാമൂഹിക സൗഹാർദ്ദം തകർക്കുമെന്നുള്ള റീസൺ വെച്ചിട്ട്, അതല്ലെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായി വരുമെന്നുള്ള കാരണം വെച്ചിട്ട് ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയോ ബാൻ ചെയ്യാനോ, അതല്ലെങ്കിൽ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാനോ ഒന്നും തന്നെയുള്ള ഒരു എന്താ പറയുക അവകാശം സംസ്ഥാന സർക്കാരുകൾക്ക് ഇല്ല എന്ന് ക്ലിയർ കട്ടായിട്ട് ഈ പറയുന്ന കേരള സ്റ്റോറി 1ന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഏകദേശം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. CBFC കാണുകയും അതിനൊരു പ്രദർശനാനുമതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. നമ്മളാരും തന്നെ സിനിമ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ എന്നുള്ള ഒരു സാഹചര്യത്തിനപ്പുറം അടിയന്തരമായിട്ട് ഇടപെട്ട് സിനിമ ബാൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് നമ്മൾ സുപ്രീം കോടതിയിൽ പരാജയപ്പെടാനാണ് സാധ്യത. അതിന് പൂർണ്ണമായിട്ടും പ്രദർശനാനുമതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എനിക്കിതിൽ നിന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാണ്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഏത് പൗരന്മാരും അത് അംഗീകരിക്കാനും മാനിക്കാനും ഇതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കളും ഇവരൊക്കെ തന്നെയും ആ ഒരു സാധനത്തെ മാനിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. മറിച്ച് എന്തായാലും മറ്റൊരു കോടതി വിധി വരുന്ന സമയത്ത് നമ്മൾക്കൊരിക്കലും തോന്നരുത് ഈ കോടതികൾ എന്താണ് ഇങ്ങനെ ബയാസ്ഡ് ആയി പെരുമാറുന്നത് എന്ന തരത്തിലുള്ള ഒരു തോന്നൽ വരരുത്. എല്ലാ കോടതി വിധികളെയും നമ്മൾ മാനിക്കുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിയമം വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്ങനെയെന്നുള്ളത് നോക്കിയിട്ടാണ് വിധി പറയുക എന്നുള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ്, ഇപ്പോൾ നമുക്ക് അനുകൂലമായ വിധി വരുമ്പോൾ സുപ്രീം കോടതിയും നമുക്ക് പ്രതികൂലമായിട്ട് വിധി വരുമ്പോൾ സുപ്രീം കോമഡിയും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പരിഹസിക്കാറുണ്ടല്ലോ. സോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഒരു വിവേകം നമ്മൾ കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു വിധി എന്ന് പറയുന്നത് എന്തോ അത്ഭുതകരമായിട്ടുള്ള മിറക്കിൾ സംഭവിച്ചു എന്നൊക്കെ പറയില്ലേ, അത്ഭുതകരമായിട്ടുള്ള എന്തോ കാരണത്താൽ സംഭവിച്ചിട്ടുള്ള നമുക്ക് അനുകൂലമായി കിട്ടിയിട്ടുള്ള ഒരു താൽക്കാലിക വിധി മാത്രമാണ് നാളത്തെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത്. താങ്ക് യു.